നമ്മൾ മർച്ചന്റ് നേവിക്കാരുടെ ലൈഫൊന്നും അത്ര ഒരു ഈസി ഒന്നുമല്ല കേട്ടോ. നമ്മളിപ്പോൾ ഫ്യൂച്ചറിൽ നിന്ന് വരുന്ന സമയത്ത് ആങ്കർ ഇട്ടിട്ടുണ്ടായിരുന്നു. ആങ്കർ പിക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഗിയർ ചില സൗണ്ട് വരാൻ തുടങ്ങി. അപ്പോൾ അത് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കരയുന്നൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റിപ്പയർ ചെയ്യുന്ന ഒരു വീഡിയോ നമുക്ക് കണ്ടു നോക്കാം. ഭയങ്കര ഡിസാസ്റ്റർ ആയിരുന്നു. ആർക്കും അപകടമൊന്നും പറ്റിയില്ല, രക്ഷപ്പെട്ടു എല്ലാവരും. ഫ്യൂച്ചറിൽ നിന്ന് നമ്മുടെ കപ്പലിൻ്റെ ആങ്കറിൻ്റെ ചെയിന് പൊട്ടി വീണെന്ന് നിങ്ങളെല്ലാവരും കണ്ടുവല്ലോ. ആങ്കറിൻ്റെ ചെയിന് മാത്രമല്ല കേട്ടോ, ആ വിൻലെസിൻ്റെ ഗിയർ കൂടി പൊട്ടിയിട്ടാണ് ഇതൊക്കെ താഴത്തോട്ട് പോയത്. നമ്മുടെ കപ്പൽ ഒരു 20 വർഷം പഴയ കപ്പലാണ്. റീസെൻ്റ് ആയിട്ടാണ് ഈ കപ്പലിൻ്റെ ഡ്രൈ ഡോക്ക് കഴിഞ്ഞത്. പക്ഷേ ഈ വിൻലെസ് പോലുള്ള ഈ ക്രിട്ടിക്കൽ എക്യുപ്മെൻ്റ് റിപ്പയറിംഗ് ഒന്നും അവിടെ ചെയ്തിരുന്നില്ല. കാരണം കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട്. ഇതുപോലുള്ള പഴയ കപ്പലിൽ വന്നാലുള്ള മെയിൻ പ്രശ്നം ഇതൊക്കെയാണ്. നമ്മുടെ സാധാരണ മെയിൻ എഞ്ചിൻ്റെയോ ജനറേറ്ററിൻ്റെയോ അതുപോലുള്ള എക്യുപ്മെൻറ്റ്സിൻ്റെയൊക്കെ ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ കപ്പലിൽ തന്നെ ഫിറ്ററും ഇലക്ട്രിക്കൽ ഓഫീസറും എഞ്ചിനീയേഴ്സും ഓഫീസേഴ്സും ഒക്കെ ചേർന്ന് ഒരു ടീമായിട്ടാണ് റിപ്പയർ ചെയ്യുകയാണ് പതിവ്. പക്ഷേ വിൻലെസ് പോലുള്ള എക്യുപ്മെൻറ്റ്സ് ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിന് കരയിലെ വർക്ക്ഷോപ്പിൻ്റെ സപ്പോർട്ട് തന്നെ വേണം. സ്ഥിരം ഈ ഒരു ടൈപ്പ് ജോലി മാത്രം ചെയ്യുന്ന വർക്ക്ഷോപ്പുകൾക്ക് ഇതിൽ നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർ കൂടി ഉണ്ടാവും. ഭാഗ്യത്തിന് ഈ ആങ്കർ പോലുള്ള എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നത് കരയുടെ അടുത്തായത് കാരണം നമുക്ക് വർക്ക്ഷോപ്പിനെ വിളിക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി എമർജൻസി ആയിട്ട് ഈ വർക്ക്ഷോപ്പിനെ വിളിക്കുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട്. നമ്മൾ റിപ്പയർ സ്പെസിഫിക്കേഷനും എക്യുപ്മെൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഒരു ഫോമിൽ ഫില്ല് ചെയ്തിട്ട് ഫോട്ടോ അറ്റാച്ച് ചെയ്തിട്ടാണ് കമ്പനിക്ക് അയച്ചു കൊടുക്കുന്നത്. നമ്മുടെ ഷിപ്പ് സ്റ്റാഫിന് ചെയ്യാൻ പറ്റാത്തൊരു ജോലിയാണിത്. ഷോർ സപ്പോർട്ട് വേണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കപ്പലിൽ നിന്ന് മെയിൽ അയക്കുന്നത്. ടെക്നിക്കൽ സുപ്പീരിയറിൻ്റെ അനുവാദത്തോട് കൂടിയിട്ട് ഈ മെയിൽ അയച്ച ശേഷം അവരത് നമ്മുടെ കപ്പലിൻ്റെ ആങ്കർ പൊട്ടി വീണത് ഫ്യൂച്ചറയിലായത് കാരണം ഫ്യൂച്ചറയിലുള്ള പല കമ്പനീസിനും വർക്ക്ഷോപ്പിനും അവർ കൊട്ടേഷൻ അയക്കും. കൊട്ടേഷൻ അയക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയാലോ. സെയിം ജോബ് ചെറിയ കാശിന് ചെയ്തു തരാൻ പറ്റുന്ന വർക്ക്ഷോപ്പിനായിരിക്കും അവർ ജോലി കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ അബ്ദുള്ള എന്ന് പറയുന്ന 5 ഓഷ്യൻ്റെ ഒരു ടീമായിരുന്നു നമ്മുടെ കപ്പലിലേക്ക് വന്നത്. നമ്മുടെ അബ്ദുള്ള ആൻഡ് ടീമായിരുന്നു വന്നിരുന്നത് കപ്പലിലോട്ട്. അബ്ദുള്ളയും ഒരു 4 പണിക്കാരും കൂടിയിട്ട് കപ്പലിലേക്ക് ബോർഡ് ചെയ്തു. അവർ എല്ലാം അസസ് ചെയ്തു. നമ്മുടെ എന്തൊക്കെ മെഷീനറി എന്തൊക്കെ മെറ്റീരിയലാണ് പൊട്ടിപ്പോയത്, അവർക്ക് റിപ്പയർ ചെയ്യാൻ എത്ര സമയം വേണം. കാരണം ഷിപ്പിംഗ് ബിസിനസ് എന്ന് പറയുന്നത്, ട്രാൻസ്പോർട്ട് ബിസിനസ് എന്ന് പറയുന്നത് കോടികളുടെ ബിസിനസ്സാണ്. നമ്മുടെ കപ്പൽ 1 മണിക്കൂർ പോലും ലേറ്റ് ആയി കഴിഞ്ഞാൽ ഭയങ്കര കോടികളുടെ ലോസാണ് വരാൻ പോകുന്നത്. ലോസ് ആവുന്ന ഈ ഡ്യൂറേഷനൊക്കെ ഇൻഷുറൻസ് ക്ലെയിമാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്നതിനും ബാക്കി കാൽക്കുലേഷന് വേണ്ടിയിട്ടാണ് ഇവർ ടൈമൊക്കെ നിശ്ചയിക്കുന്നത്. അപ്പോൾ അബ്ദുള്ളയും ടീമും വന്നിട്ട് ഒരു അസസ്മെൻറ്റ് നടത്തി എത്ര മണിക്കൂറാണ് ഇവർക്ക് റിപ്പയർ ചെയ്യാൻ വേണ്ടത് എന്നുള്ളതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തു. 20 വർഷം പഴയ കപ്പലിൻ്റെ തുരുമ്പിച്ച് നെറ്റ് ബോൾട്ടൊക്കെ അഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു. ഷിപ്പിൽ ഇതിൻ്റെ റിപ്പയർ ചെയ്യാൻ പറ്റാത്തത് കാരണം അഴിച്ചെടുത്ത് ഷോർ വർക്ക്ഷോപ്പിലോട്ട് കൊണ്ടുപോയി മോഡിഫൈ ചെയ്ത് തിരിച്ച് റീഫിറ്റ് ചെയ്യുകയാണ് അവരുടെ ടാസ്ക്. അതിന് ഏകദേശം 2 ദിവസം എടുത്തു. 1-1.5 ടൺ വരുന്ന മോട്ടർ അഴിച്ചെടുക്കലും ലാൻഡ് ചെയ്യലും അതിനുശേഷം തിരിച്ചെടുത്ത് വന്ന് ട്രോളിയിലിട്ട് ഫ്രണ്ടിലോട്ട് ഫോർവേഡിലോട്ട് പോയി അത് ഫിക്സ് ചെയ്യലും, അയ്യോ ഒരുപാട് കഷ്ടപ്പെട്ട പണിയായിരുന്നു. പക്ഷേ നമ്മുടെ മർച്ചന്റ് നേവിയിൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എന്തൊരു ക്രിട്ടിക്കൽ ആക്സിഡൻറ്റോ ഇല്ലെങ്കിൽ ഇൻസിഡൻറ്റോ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഒരു ടീമായിട്ടാണ് ജോലി ചെയ്യുന്നത്. ഈ ഒരു ഇൻസിഡൻറ്റിൽ തന്നെ കണ്ടില്ലേ, ഷോർ വർക്ക്ഷോപ്പിലെ ആൾക്കാർ വന്നപ്പോൾ തന്നെ നമ്മളെല്ലാവരും കപ്പലിലെ സ്റ്റാഫും ഹെൽപ്പ് ചെയ്തിട്ടാണ് ഈ ജോബ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇതാണ് ടീം വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയും നല്ല നല്ല മർച്ചന്റ് നേവി റിലേറ്റഡ് വീഡിയോ കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.